കേരളത്തിൽ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിന് പിന്നാലെയാണ് ഇഡി. ഇന്ന് സിപിഐഎം തൃശൂർ ജില്ലാ സെക്രട്ടറി എം വർഗീസിനോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഇഡി നോട്ടീസ് നൽകിയിരുന്നു. 6ാം തവണയാണ് ചോദ്യം ചെയ്യലിനായി വർഗീസിനെ വിളിപ്പിക്കുന്നത്. എന്നാൽ നോട്ടീസ് കിട്ടിയിട്ടില്ല എന്നാണ് എം വർഗീസ് പറയുന്നത്. കേസിൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കാനുണ്ട് എന്നാണ് ഇഡി നൽകുന്ന വിശദീകരണം. ഇന്നലെ ഇത് സംബന്ധിച്ച് എം വർഗീസ് പ്രതികരിച്ചിരുന്നു. ആ പ്രതികരണം എന്തായിരുന്നു എന്ന് നമുക്കൊരിക്കൽ കൂടി കേൾക്കാം. നോട്ടീസ് എന്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. അറിയില്ല ഇനിയിപ്പോ ഇവിടെ കിടക്കണ്ടോന്ന് എനിക്കറിയില്ല. നോട്ടീസ് എന്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. അപ്പൊ നാളെ ഇപ്പൊ നോമിനേഷന്റെ കാര്യങ്ങളുണ്ട്. സുനിൽ നാളെയാണ് നോമിനേഷൻ കൊടുക്കുന്നത്. അപ്പുറത്ത് ആലത്തൂര് രാധാകൃഷ്ണൻ നാളെയാണ്. അപ്പൊ അതിന്റെയൊക്കെ ചില പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അത് എന്താന്ന് പറഞ്ഞിട്ട് പാർട്ടി ലീഡർഷിപ്പായിട്ട് ആലോചിച്ച് സംസ്ഥാന നേതൃത്വവും ആയിട്ട് ആലോചിച്ചിട്ട് എങ്ങനെയാണുള്ള ബുധനാഴ്ച നാളെ മറ്റേ ഇൻഡിപേഷൻ എനിക്ക് കിട്ടിയിട്ടില്ല. രേഖാമൂലമുള്ളത് കിട്ടിയിട്ടില്ല. അതിപ്പോ എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. ഞാൻ അതിനെക്കുറിച്ച് ഇപ്പൊ വേറെ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. എന്താണെന്നറിയില്ല. ഈ പത്രങ്ങളിലൊക്കെ കാണുന്ന രഹസ്യ അക്കൗണ്ട് എന്ത് രഹസ്യ അക്കൗണ്ടെന്ന് എനിക്കറിയില്ല. രഹസ്യമായ ഒരു അക്കൗണ്ടും ഇല്ല. നമുക്ക് സഹകരിച്ചിട്ടുണ്ട്. സഹകരിക്കാതിരിക്കുന്ന പ്രശ്നമൊന്നുമില്ല. അത് മുന്നേ നമ്മൾ വ്യക്തമാക്കിയിട്ടുള്ളൊരു കാര്യം. രാഷ്ട്രീയ അജണ്ട ഉണ്ടല്ലോ. അതിപ്പോ അതല്ലേ രാഷ്ട്രീയമായിട്ട് വളരെ ബോധപൂർവമായിട്ടുള്ള നീക്കം തന്നെയാണല്ലോ. അത് വ്യക്തമാണല്ലോ. കാര്യങ്ങൾ വ്യക്തമാണല്ലോ. അതെന്തെങ്കിലും 4 പ്രാവശ്യം ഞാൻ ഇതിന് അവിടെ വീടിന് മുമ്പിൽ പോയി. അല്ല, അവര് വിളിക്കുന്നു, നമ്മൾ പോകുന്നു. അത് സഹകരിക്കാതിരിക്കുന്ന ഒരു പ്രശ്നം ഇതുവരെ ഉണ്ടായിട്ടില്ല. സഹകരിക്കാതിരിക്കേണ്ട കാര്യമില്ലല്ലോ. റൈറ്റ്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ആണ് ചേരുന്നത്. ആജ്ഞ, ഇന്നലെ എം വർഗീസ് നൽകിയ പ്രതികരണം ആണിത്. 4 തവണ ഇതിനു മുമ്പ് താൻ ഇഡിക്ക് മുന്നിൽ എത്തിയതാണ്. പക്ഷെ തനിക്ക് ഇപ്പോൾ ഇഡിയുടെ നോട്ടീസ് ലഭിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ ഹാജരാകേണ്ടതില്ല എന്നാണ് ഇന്നലെ പറഞ്ഞത്. ഇന്നലെ ഉച്ചയോടുകൂടി നടത്തിയിട്ടുള്ള പ്രതികരണമാണ്. അതിനുശേഷം ഇനി നോട്ടീസ് കിട്ടിയോ എന്നതിൽ നമുക്ക് വ്യക്തതയില്ല. പക്ഷെ ഇന്ന് ഹാജരാകില്ല എന്ന് തന്നെയാണ് അറിയുന്നത്. എന്താണ് വിശദാംശങ്ങൾ? അഭിലാഷ്, എം വർഗീസ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അത് തന്നെയാണ് നമുക്കും ലഭിക്കുന്ന വിവരം. 4 തവണ ഇഡിക്ക് മുൻപിൽ നേരത്തെ ഹാജരായിട്ടുണ്ട്. അത് അന്വേഷണത്തോട് സഹകരിക്കുന്ന ഒരു നിലപാടാണ് എപ്പോഴും CPM കൈക്കൊണ്ടിട്ടുള്ളത്. ഈ തവണത്തെ നോട്ടീസ് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഹാജരാകേണ്ടതില്ല എന്ന തീരുമാനത്തിലാണ് തൃശൂർ ജില്ലാ സെക്രട്ടറിയുടെ തീരുമാനമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതേസമയം ഇന്നലെ മുൻ MP PK ബിജുവിനും പെരിങ്ങന്നൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ഷാജിനും നോട്ടീസ് നൽകിയിട്ടുണ്ട് ഇഡി. ബിജുവിനോട് വ്യാഴാഴ്ചയും ഷാജിനോട് വെള്ളിയാഴ്ചയും ഹാജരാകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കരുവന്നൂർ സഹകരണ ബാങ്കിൽ 130 കോടിയുടെ അഴിമതി നടന്നുവെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇത് CPM തന്നെ സമ്മതിച്ചിട്ടുള്ളതാണ്. എന്നാൽ പുറത്തു നിന്നുള്ള ഒരു കണക്ക്, പുറത്തു വരുന്ന കണക്കുകൾ അനുസരിച്ചിട്ട് 300 കോടിയിലധികം തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നാണ് വിവരങ്ങൾ ലഭിക്കുന്നത്, എന്നാണ് ആരോപണം. ഈ എന്തൊക്കെ തന്നെയായാലും 100 കോടിക്കും 300 കോടിക്കും ഇടയിലുള്ള ഈ ഒരു വലിയ അഴിമതി എന്ന് പറയുന്ന കാര്യം അന്വേഷിക്കേണ്ടത് ആവശ്യം തന്നെയാണ്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ അരവിന്ദ് കെജ്രിവാൾ മുതൽ ഇങ്ങോട്ടുള്ള പ്രതിപക്ഷത്തുള്ള നേതാക്കന്മാരെ വേട്ടയാടുന്ന ഒരു സമീപനം, കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് വേട്ടയാടുന്ന ഒരു സമീപനം BJP സ്വീകരിക്കുന്നു എന്ന നിലപാടാണ്, എന്ന നിരീക്ഷണമാണ് CPM-നും പറയാനുള്ളത്. ഇന്ന് തെരഞ്ഞെടുപ്പ് സംബന്ധമായ തിരക്കുകളുണ്ട്. സ്ഥാനാർത്ഥികൾ നോമിനേഷനുകൾ സമർപ്പിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഇത്തരം പ്രചാരണ പ്രവർത്തനങ്ങളിൽ ആക്റ്റീവായി നിൽക്കേണ്ടുന്ന ജില്ലാ സെക്രട്ടറി ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഇഡിക്ക് മുന്നിൽ ഹാജരാകാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. അതിൽ പ്രത്യേകിച്ച് ചൂണ്ടിക്കാണിക്കുന്ന റീസൺ എന്ന് പറയുന്നത് നോട്ടീസ് കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണ്. മുൻപും അന്വേഷണത്തോട് സഹകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്നിരുന്നാലും ഇപ്പോൾ CPM-ന് കരുവന്നൂർ ബാങ്കിൽ 5 രഹസ്യ അക്കൗണ്ടുകൾ ഉണ്ട് എന്നാണ് ഇഡിയുടെ കണ്ടെത്തൽ. ഇത് സംബന്ധിച്ച രേഖകൾ റിസർവ് ബാങ്കിന് നൽകിയിട്ടുണ്ട് എന്നാണ് ഇഡിയുടെ വെളിപ്പെടുത്തൽ. ഈ സാഹചര്യത്തിൽ കൂടുതൽ ചോദിച്ചറിയാനുണ്ട്. CPM തൃശൂർ ജില്ലാ സെക്രട്ടറിയോട് കൂടുതൽ ചോദിച്ചറിയാനുണ്ട് എന്നാണ് ഇഡിയുടെ നിലപാട്. അതുകൊണ്ട് തന്നെയാണ് എം വർഗീസിനെ ചോദ്യം ചെയ്യാൻ വിളിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ സാഹചര്യത്തിൽ എന്തായാലും നോട്ടീസ് കിട്ടിയിട്ടില്ലാത്ത സാഹചര്യത്തിൽ ഹാജരാകേണ്ടതില്ല എന്ന് തന്നെയാണ് CPM ജില്ലാ സെക്രട്ടറിയുടെ നിലപാട്. അഭിലാഷ്, റൈറ്റ്. ഈ നിലപാടാണ് ഇപ്പോൾ CPM ജില്ലാ സെക്രട്ടറി അറിയിച്ചിട്ടുള്ളത്.